ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ വിചാരിച്ചു മെറൈൻ ഡ്രൈവിൽ ഗുണ കേവ് എക്സ്പോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. ഇതുവരെ എക്സ്പോക്കോ അല്ലെങ്കിൽ ഇവിടെ കുറേ ഫ്ലവർ ഷോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ, പക്ഷെ ഒന്നിനും വരാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞ് അങ്ങനെ ഇത് തട്ടിപ്പോവും. അപ്പോൾ ഇത്തവണ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം സഹായിച്ചു, ഒരു റീസൺസും ഈ പ്രാവശ്യം വന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇനി ഉള്ളിൽ എന്തൊക്കെയാണ് കാഴ്ചകളും എത്ര റേറ്റാണ് എൻട്രി ഫീസ് എല്ലാം കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയാന്ന് നല്ലൊരു വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ടിക്കറ്റിൻ്റെ ചാർജും അതേപോലെ ടൈമിങ്ങും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വീഡിയോ ഒന്ന് ജസ്റ്റ് പോസാക്കി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ എൻട്രി ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഉള്ളിലോട്ട് പോയി. ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ വലത്തേ സൈഡിൽ അവർ ആ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ആ പാട്ടിൻ്റെ 2 വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തമിഴ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വായിച്ച് കാണിച്ചത്. പിന്നെ തമിഴൊക്കെ എഴുതി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതെന്താണെന്നല്ലേ, ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം ഈ തമിഴ് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ മാത്രമല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടി ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ, നല്ല അറേഞ്ച്മെൻ്റ് ആയിരുന്നു അവരുടെ. അതേപോലെ നമ്മുടെ ഉള്ളിലോട്ട് നടക്കും തോറും അത് ഒരു ഫോറസ്റ്റ് പോലെയാണ്, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന പോലെയായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അതേപോലത്തെ അവരുടെ സൗണ്ട് എഫക്ട്സും മറ്റേ ഗുണ സിനിമയിൽ വരുന്ന ഡയലോഗ്സും പിന്നെ നമ്മുടെ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ വരുന്ന കുട്ടിയിട്ട എന്നൊരു വിളിയും ഇതൊക്കെ അവരിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾക്ക് വെച്ച് തരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് ആ ഇരുട്ടത്തിൽ കൂടെ നടക്കണേ തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാതെ അവിടെ തന്നെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു, ഐസ്ക്രീംസിൻ്റെ അതേപോലെ പോപ്കോൺസിൻ്റെ അങ്ങനെ ചെറിയ ഷോപ്സും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉള്ളിൽ പോയിട്ട് പുറത്ത് വരുന്നവരെ നമുക്കൊന്നും വാങ്ങിക്കാൻ കഴിയില്ലെന്നൊക്കെ ഒന്നും ഓർക്കണ്ട, നമുക്ക് ആവശ്യമുള്ളതൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഡൈനോസറും അതേപോലെ പെൻകോയിൻസ് ഓസ്ട്രിച്ചിൻ്റെ ഒക്കെ പ്രതിമകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പിള്ളേരായിട്ട് പോവുകയാണെങ്കിൽ അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ശരിക്കും കിളികളും അതേപോലെ ലവ് ബേർഡ്സും ഒക്കെ ആയിട്ട് നമ്മൾ നേരിട്ടിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ അവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സെൽഫി പോയിൻ്റ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ റീൽസൊക്കെ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ കറങ്ങുന്ന റിംഗ് ലൈറ്റ് വെച്ചിട്ട് കറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരാൾക്ക് 50 രൂപയാണ് അവിടെ ചാർജ് ചെയ്തത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പാമ്പിനെ അതേപോലെ ബേർഡ്സിനെയൊക്കെ നമ്മളെടുത്ത് തോളത്ത് വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കണ്ടേ, അതിനൊക്കെ ഓരോന്നിനും ഓരോ റേറ്റുകളാണ് കേട്ടോ. പാമ്പിനൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് 100 രൂപ അങ്ങനെയൊക്കെയാണ് അവിടെ റേറ്റ് ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ കുറേ പക്ഷികൾ, അതായത് വെവ്വേറെ ടൈപ്പ് പക്ഷികൾ കാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ കുറേ അക്വേറിയം, പലതരം മീനുകൾ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും കാണാനായിട്ട്. കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഇപ്പോൾ മുതിർന്ന ആൾക്കാർ വന്നാൽ പോലും നമുക്കൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നേരം പോക്കുമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും കുറേ സ്റ്റോൾസ് അവിടെ വെച്ചിട്ടുണ്ട് അവർ. കുറേ കടകളും ഈ ഓണത്തിൻ്റെ ഓഫറുകളായിട്ട് പാത്രങ്ങളും വർക്കൗട്ട് മെഷീൻസ് പിന്നെ ഫേർണിച്ചറൊക്കെ നല്ല 60% ഓഫൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതുകൂടാതെ കുറേ പെർഫ്യൂംസ് ഷോപ്പ്, പിന്നെ ചെരുപ്പിൻ്റെ പിന്നെ ഡ്രസ്സിൻ്റെ ഷോപ്സ്, അതേപോലെ ബാഗ്, അങ്ങനെ കുറേ ഇഷ്ടം പോലെ കടകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാം വിൻഡോ ഷോപ്പിംഗ് ചെയ്തു. റേറ്റും കാര്യങ്ങളും ചോദിച്ചെങ്കിൽ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഞാൻ കമ്പാരേറ്റീവ്ലി ഓൺലൈനിൽ കണ്ട ഒരു സാധനം ഇവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് നല്ല കൂടുതലായിരുന്നു. പിന്നെ എല്ലാവർക്കും നേരിട്ട് പോയി വാങ്ങണതിൽ ഇഷ്ടമുള്ളവർക്ക് അത് ഓക്കെയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവിടെ കുറേ ഫുഡിൻ്റെ ഷോപ്സുകൾ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ ഗെയിംസൊക്കെ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു കുഞ്ഞ് ട്രെയിനിൽ കയറി. നല്ല രസമുണ്ടായിരുന്നു, അവൾ ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി ഒരു കറക്കൊക്കെ കറങ്ങി. പിന്നെ ഇതൊരാൾക്ക് 60 രൂപയാണ് റേറ്റ്. ഇത് കൂടാതെ വേറെ ഗെയിംസൊക്കെ ശരിക്കും പറഞ്ഞാൽ 80 രൂപ 50 അങ്ങനെയൊക്കെയാണ് റേറ്റ്സ് കേട്ടോ. അപ്പോൾ ഗെയിംസിൻ്റെ റേറ്റ്സൊക്കെ കുറച്ചും കൂടിയും അഫോർഡബിൾ ആണ്. ഇനി ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഒരു 3 ഷോപ്പ് ഉണ്ട് കേട്ടോ, സെപ്പറേറ്റ്. ഈ ഗെയിമില്ലേ മറ്റേ റിങ് ഇട്ടെങ്കിൽ സാധനം കിട്ടുന്ന ഒരു 5 റിങ്സ് തരും 50 രൂപയ്ക്ക്. അത് ഏതെങ്കിലും ഒരു സാധനത്തിൽ വീണെങ്കിൽ അത് കിട്ടും. അങ്ങനത്തെ ഷോപ്പുകളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പ്ലാന്റിൻ്റെ കടകളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഏറ്റവും അറ്റത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പൂളും പിന്നെ ഇങ്ങനെ പെഡൽ ചെയ്യുന്ന ഒരു ബോട്ടുകളൊക്കെ ഇട്ട് അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും പിന്നെ ഷോപ്സൊക്കെ. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്ടോബർ 6 വരെയാണ് കേട്ടോ ഇത് ഉണ്ടാവുക. ഒക്ടോബർ 6 തീയതിയാണ് അവസാനത്തെ ദിവസം. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് വരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.